ഹലോ, ഇവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റി സ്കിന്ന് നല്ല മോയ്സ്ചറോട് കൂടി നല്ല ഗ്ലാസ് സ്കിന്നായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് മഞ്ഞ് രാത്രിയിലായിരിക്കും, രാത്രിയിലും വെളുപ്പിനും ഒക്കെ നല്ല മഞ്ഞായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പകൽ സമയം ഫുള്ള് നല്ല കത്തിയ വെയിലായിരിക്കും. അപ്പൊ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ടാൻ, അതായത് നമ്മുടെ കരുവാളിപ്പ് മാറാനും കൂടി സഹായിക്കുന്ന ഒരു ക്രീമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. എന്നാൽ നമുക്ക് ഈ ഒരു ഡിസംബർ ജനുവരി ഈ ഒരു മാസത്തിൽ നമുക്ക് നല്ലതായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഡ്രൈനെസ് ഒഴിവാക്കാനായിട്ടും സ്കിൻ നല്ല മോയ്സ്ചറോട് കൂടി ഇരിക്കാനും, അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ കരുവാളിപ്പൊക്കെ മാറ്റാനും കണ്ണിനടിയിൽ കറുത്ത പാട് മാറ്റാനും, അതുപോലെ കറുത്ത മുഖക്കുരുവന്ന പാടൊക്കെ ഒഴിവാക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, ഈ രണ്ട് ചേരുവകളും. ഫസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ തൈരാണ്. അത്യാവശ്യം കട്ടിയുള്ള തൈര് എടുക്കുക. തീരെ വെള്ളമായിട്ടുള്ളത് എടുക്കണ്ട, കട്ടിയുള്ള തൈര് എടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കസ്തൂരി മഞ്ഞൾ ഒരു 1/4 സ്പൂണോളം മഞ്ഞളാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുടമഞ്ഞളോ പച്ചമഞ്ഞളോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ചേരുവകളേ ഉള്ളൂ ഇതിനകത്ത്. നല്ല കട്ടി തൈരും അതുപോലെ തന്നെ മഞ്ഞൾ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്രീം രൂപത്തിലാണ് കിട്ടുന്നതായിട്ട്. ഇച്ചിരി എന്താ പറയാ, ഫ്രിഡ്ജിൽ ഇരുന്ന തൈരായിരുന്നു. അപ്പോൾ അതിന്റെ തണുപ്പ് വിട്ടപ്പോഴത്തേക്ക് ഇച്ചിരി ഒരു വെള്ളത്തിന്റെ അംശമുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ട് പുറത്തിരിക്കുന്ന തൈരാണെങ്കിൽ ഇത്രയും ലൂസ് ആവത്തില്ല. ഇതിനുശേഷം നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ ടിപ്പാണെന്ന്. ഇത് നമുക്ക് ഈ ഒരു നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡെയിലി നമുക്ക് ഇത് നമുക്ക് ബാലൻസ് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ദിവസമൊക്കെ റെഡിയാക്കി വെച്ചാൽ ഒരാഴ്ചത്തേക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബാലൻസ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഫേസിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയാവും ഫേസിലേക്ക് ഇട്ട് കൊടുക്കാനേ. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്നതാണ്. നമ്മൾ ഇങ്ങനെയുള്ള ഫേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വീഡിയോസ് ആകുമ്പോഴത്തേക്കും അതനുസരിച്ചിട്ടില്ല നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്. ഇച്ചിരി പഴയ ഡ്രസ്സ് ഇടുന്നതാണ് നല്ലത് കേട്ടോ. കാര്യം ഡ്രസ്സിൽ ഫുള്ളാകെ നമ്മളിതേപോലെ എന്തെങ്കിലുമൊക്കെ ഇടുന്നത്. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ബോഡി ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫുൾ എന്താ പറയാ, ഡ്രൈനെസ് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല സ്കിന്നിന് നല്ലൊരു മോയ്സ്ചർ തരുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, കരുവാളിപ്പ് ഒഴിവാക്കാനും സഹായിക്കും. ഫേസിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു മസാജ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഞാനത് വെച്ചോട്ടെ. അപ്പോൾ ഫേസിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കണ്ണടിയിൽ കറുത്ത പാട് മാറാനായിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു മസാജിങ് ക്രീം നന്നായിട്ട് സഹായിക്കും. അപ്പോൾ കണ്ണിനടിയിൽ നമുക്ക് ഇതുപോലെ ഇട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഡെയിലി ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒരു സിമ്പിൾ ടിപ്പാണെങ്കിൽ പോലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കാം. ഇനി ഇത് ഫേസ് എങ്ങനെ വാഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റെമഡി, പയറുപൊടിയോ ഓട്സോ ഉഴുന്നുപൊടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ എന്താ പറയുക, മൈൽഡ് ആയിട്ടുള്ള ഒരു സോപ്പോ ഫേസ് വാഷോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇതുപോലത്തെ കുഞ്ഞു റെമഡീസ് വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ നിന്ന് കമന്റ് ആയിട്ടിടാം. അതുപോലെ ഈ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് സെക്ഷനിൽ വന്നിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും ബൈ.